ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം തിരുവചനം പഠിപ്പിക്കുന്നു: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വീണ്ടും 1-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നു: ഭൂമി എല്ലാത്തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോടുകൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഭൂപ്രകൃതി കൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായ നാട്. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നു. പ്രകൃതിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? വികസനത്തിൻ്റെ പേരിൽ മണ്ണും വിണ്ണും കവർന്നെടുക്കുകയും മലിനമാക്കുകയും ചെയ്യുമ്പോൾ നാം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് എന്ന് അറിയുന്നില്ല. പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിച്ച് സുരക്ഷ ഒരുക്കിയിരുന്ന മലകളും കാടുകളും നമ്മൾ ഇല്ലാതാക്കിയതോടെ നഷ്ടമാകുന്നത് ഒരു ജനതയുടെ ജീവിതവും സ്വപ്നങ്ങളുമാണ്. മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ളത് പ്രകൃതിയിലുണ്ട്, എന്നാൽ അത്യാർത്തിക്കുള്ളത് ഇല്ല എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമാണ്. നാം പരിസ്ഥിതിക്ക് ഏൽപ്പിക്കുന്ന ക്രൂരമായ ചൂഷണങ്ങൾ മഹാമാരിയായും പ്രളയമായും കൊടുങ്കാറ്റായും ആഞ്ഞടിക്കുന്നു. സങ്കീർത്തനം 1-ാം അധ്യായം ഇപ്രകാരം പറയുന്നു: നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നു. ഭൂമിയെ പച്ചപിടിപ്പിക്കാൻ, മണ്ണിൻ്റെ നനവും നന്മയും കാത്തുസൂക്ഷിക്കാൻ, പ്രകൃതിയെ അറിയാൻ, ആദരിക്കാൻ നാം കടപ്പെട്ടവരാണ്. നമുക്കൊരുമിച്ച് നമ്മുടെ നാടിനെ സംരക്ഷിക്കാം. പ്രകൃതിയുടെ സമയമാണിത്. മനുഷ്യനെ അടച്ചിട്ട് സ്വയം ഉയർപ്പിന് ശ്രമിക്കുന്ന പ്രകൃതിയുടെ സമയം. പ്രകൃതിക്കായി നമ്മൾ സമയം കണ്ടെത്തേണ്ട കാലം കൂടിയാണിത്. കണ്ടിട്ടും കാണാതെ പോകുന്ന പ്രകൃതിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. പ്രകൃതി നമ്മുടെ അമ്മയാണ്. ഭൂമിയുടെ സുരക്ഷ എൻ്റെ കടമയാണ്. ഓരോ വ്യക്തിയും പ്രകൃതിയുടെ കാവലാളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എല്ലാവർക്കുമുള്ള വീടായ ഭൂമിയെ വരും തലമുറകൾക്കു വേണ്ടി ഭദ്രമായി പരിരക്ഷിക്കേണ്ട ചുമതല കൂടി നമുക്കുണ്ട്. അമ്മയായ പ്രകൃതിയെ നമുക്കൊരുമിച്ച് തിരിച്ചു പിടിക്കാം. സങ്കീർത്തന വചനങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാം: ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ പ്രത്യക്ഷപ്പെടണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. ആമേൻ.